ഒരു മിനിറ്റ്, പ്രവാചകനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞു. പ്രവാചകന്റെ ഞാൻ പഠിച്ചിടത്തോളം ഒരു ജൂതന്റെ മൃതശരീരം വന്ന സമയത്ത് തന്റെ അനുയായികളോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ ആ കള്ളത്തരം പറയുന്നത്, നിങ്ങൾ വളരെ മോശമായി സംസാരിക്കുന്നത്, നിങ്ങൾ അതൊന്നല്ലേ, നിങ്ങൾ അതൊന്നും പറയുന്നില്ല. അപ്പൊ പറഞ്ഞു അത് ജൂതനാണോ, അത് മലക്കാണെന്ന് വിചാരിച്ചിട്ടാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. തന്നെയുമല്ല, ഒരിക്കലും ഒരു മതത്തെയും ആട്ടിയോടിക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്ലാം അത് പറയാൻ എനിക്കറിയില്ല. ഞാൻ പഠിച്ച സ്ഥലത്ത് പച്ചക്കള്ളമാണ് ഇദ്ദേഹം ദിവസവും വിളിച്ചു പറയുന്നത്. ഈ കള്ളം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്കുമെതിരെ അന്യ സമുദായങ്ങളിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് കലാപമുണ്ടാക്കാൻ സത്യത്തിൽ ഇദ്ദേഹം ശ്രമിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്? മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ച് ഒരു കലാപമുണ്ടാക്കി മുസ്ലിങ്ങളെയൊക്കെ അങ്ങ് കൊന്നു തീർത്ത് കളയട്ടെ എന്നാണോ സത്യത്തിൽ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്? നോക്കൂ സുഹൃത്തുക്കളെ, ജനൻ ടിവിയിൽ നടന്ന ഒരു ചർച്ചയിൽ സലീം മടവൂർ എന്ന വ്യക്തി പറയാണ്, ഞാൻ പഠിച്ച ഇസ്ലാം പ്രകാരം ഒരു ജൂതന്റെ ശവം കണ്ടാൽ പോലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ആരിഫ് ഹുസൈൻ വിളിച്ചു പറയാണ് അത് കള്ളമാണ്, കള്ള ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് മലക്കാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. യഹൂദിയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയില്ലായിരുന്നു. എന്ത് മലക്ക്? മലക്കിന്റെ ശവമഞ്ചമാണെന്ന് തെറ്റിദ്ധരിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നുണ മാത്രമല്ല, ഇദ്ദേഹം വിഡ്ഢിത്തവും കൂടിയാ പറയുന്നത്. എന്ന് പറയാം, മലക്ക് മരിച്ചപ്പോ മലക്കിന്റെ മയ്യത്തുമായിട്ട് പോയി എന്ന് നബി വിചാരിച്ചോ? എന്താണ് ഇദ്ദേഹം പറയുന്നത്? നോക്കൂ, ഇത് സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ജനായിസ്, ഈ കിതാബുൽ ജനായിസിലെ 49-ാമത്തെ അധ്യായത്തിന്റെ പേര് ഞാൻ വായിക്കാം. 49-ാമത്തെ അധ്യായം, ബാബു മൻ കാമ ജിനാസത്തി യഹൂദിyin, ജൂതന്റെ ശവമഞ്ചം കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് വിവരിക്കുന്ന അധ്യായം. ജൂതന്റെ ശവമഞ്ചം, മയ്യത്ത് കണ്ടാൽ, നോക്കൂ ആ അധ്യായത്തിന്റെ പേര്. തൊട്ട് താഴെ 1311 നമ്പർ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ജാബിർ ബിൻ അബ്ദുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറയാണ്, മർറ ബിനാ ജിനാസത്തുൻ, ഞങ്ങളെ മുന്നിൽ കൂടി ഒരു ശവമഞ്ചം കടന്നുപോയി. ഫഖാമ ലഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ഫഖുംനാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹാ ജിനാസത്തു യഹൂദിyin, അതൊരു യഹൂദിയുടെ ജൂതന്റെ ശവമഞ്ചമാണല്ലോ. കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ജിനാസത ഫഖൂമു, നിങ്ങൾ ഏത് ശവമഞ്ചം കണ്ടാലും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. 1312 നമ്പർ തൊട്ട ഹദീസിൽ ഇതേ സംഭവം പറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യന്റെ ശരീരമല്ലേ? നോക്കൂ, അവിടെ യഹൂദിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല. ഏത് മനുഷ്യന്റെ ഡെഡ് ബോഡി കണ്ടാലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പേര് പോലും നൽകിയത്. എന്നിട്ട് ഇദ്ദേഹം ആരിഫ് ഹുസൈൻ വിളിച്ചു പറയാണ് കള്ളമാണ് ആ ഹദീസ്. നോക്കൂ, ഇദ്ദേഹം സത്യത്തിൽ എന്താണ് വിചാരിക്കുന്നത്? ഇസ്ലാമിലുള്ള സത്യത്തെ കള്ളമാണെന്ന് പറയാം, ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യത്തെ ഇസ്ലാമിന്റേതാക്കി പറഞ്ഞുകൊണ്ട് വെറുപ്പ് പ്രചരിപ്പിക്കുക. ഇദ്ദേഹത്തെ ശരിക്കും കൃത്യമായി ഇദ്ദേഹത്തിന്റെ മേൽ നിയമ നടപടികൾ ശക്തമായി തന്നെ ഉണ്ടാവും.